നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് ഇന്ന് വന്നിട്ടുള്ളത്. 2025 ജനുവരി 1 മുതൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നതല്ല. ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പല കാര്യങ്ങളും കമന്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ നിർബന്ധമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ആധാർ കാർഡ് അപ്ഡേഷൻ. ഇപ്പോഴും പല ആളുകളും ഇതൊരു സീരിയസ് ആയി എടുത്തിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്തായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. ആധാറുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും ഇപ്പോൾ അപ്ഡേഷൻ നിർബന്ധമാണ്. അപ്ഡേഷൻ ചെയ്യാത്ത ആധാർ കാർഡുമായി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുകയില്ല, അല്ലെങ്കിൽ ഒരു അപേക്ഷ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. പല ആളുകളും അത്യാവശ്യ സമയങ്ങളിലായിരിക്കും ഇത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പ്രവാസികളായ ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നാട്ടിലെ ആളുകൾക്കും അവരുടെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആളുകളായിരിക്കണം. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആളുകളാണെങ്കിൽ അവരുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ SLC ബുക്ക്, വോട്ടർ ID കാർഡ്, പാൻ കാർഡ് എന്നിങ്ങനെ എന്ത് രേഖ ഉപയോഗിച്ച് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. എന്നാൽ ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് എൻ്റെ ആധാറിൽ ഒരു കാര്യങ്ങളും തിരുത്താനില്ല, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള പല ആളുകളും ചോദിക്കാറുണ്ട്. നിർബന്ധമായും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഒന്ന് തിരുത്താനില്ലെങ്കിൽ പോലും നമ്മൾ ഒരു രേഖ വെച്ച് നമ്മൾ 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ആധാറുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും ഈ അപ്ഡേഷൻ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് ചെറിയ കുട്ടികൾ, നമ്മൾ 2-3 വയസ്സുള്ള കുട്ടികൾക്ക് ആധാർ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ മാത്രമാണ് ആധാർ കാർഡിൽ ഉണ്ടാവുക. ബാക്കി അവരുടെ കണ്ണിന്റെ ലെൻസിന്റെ കാര്യങ്ങളായാലും ശരി, അല്ലെങ്കിൽ അവരുടെ ഫിംഗർ പ്രിന്റ് ആയാലും ശരി, ഒന്നും അപ്പോൾ രേഖപ്പെടുത്താറില്ല. ജസ്റ്റ് അവരുടെ ഫോട്ടോ വെച്ച് മാത്രമായിരിക്കും നമുക്ക് ആധാർ കാർഡ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ 5 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായും അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും അവരുടെ ഫിംഗർ പ്രിന്റ് ആധാറിൽ രേഖപ്പെടുത്തുകയുള്ളൂ. നമ്മുടെ ഫിംഗർ പ്രിന്റും അനുസൃതമായ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് നിർബന്ധമാണ്. ഈ അപ്ഡേഷൻ നിർബന്ധമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ചില വെബ്സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് കൊടുക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങൾക്കും നിർബന്ധമായും നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, 5 വയസ്സിന് ശേഷം അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് ആണെങ്കിൽ നമ്മൾ 15 വയസ്സിന് ശേഷം ഒന്നുകൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഈ സമയങ്ങളിലെല്ലാം നമുക്ക് ആധാർ കാർഡ് തിരുത്താനില്ലെങ്കിൽ പോലും നമ്മൾ നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഇനി വരുന്ന സമയങ്ങളിൽ, മാർച്ച് മാസമാണ് വരാൻ പോകുന്നത്. ജനുവരി, ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് മാസമാണ്. എക്സാമും മറ്റു കാര്യങ്ങൾക്കും, അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ, അതിനുശേഷം സ്കൂൾ അഡ്മിഷൻ, സ്കൂൾ സ്കോളർഷിപ്പ്, അങ്ങനെ പല കാര്യങ്ങൾക്കും നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. ഇതുവരെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അത് അപ്ഡേറ്റ് ചെയ്യാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതിനെല്ലാം നമുക്ക് സുഖമായി ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം. ഇതുവരെയും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ നിർബന്ധമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ആധാറിലെ OTP ആണ് വരുന്നത്. ഒട്ടുമിക്ക വെബ്സൈറ്റിൽ നമുക്ക് നമ്പർ കൊടുക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ആധാറിൽ കൊടുത്ത നമ്പറിലേക്കായിരിക്കും OTP വരിക. അതുകൊണ്ട് തന്നെ നിർബന്ധമായി നമ്മൾ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ തന്നെയായിരിക്കണം ഉറപ്പുവരുത്തുക. പല ആളുകളും 10ഉം 15ഉം വർഷം മുമ്പത്തെ ആധാറിൽ അന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മൾ ഒരുപാട് തവണ മൊബൈൽ നമ്പർ മാറ്റിയെങ്കിലും നമ്മൾ ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, അവരുടെ അക്കൗണ്ടിലെ പണം പോവാനും, അവർക്ക് പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടിനും, ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ഉറപ്പുവരുത്തുക. ആ നമ്പർ കഴിവതും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാറിലെ ഫോട്ടോ. നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ മാറാനുള്ള നമ്മുടെ അപേക്ഷ നമ്മൾ കൊടുക്കാത്തത് മൂലം തന്നെ നമുക്ക് ആധാറിൽ നമ്മൾ ഇപ്പോൾ പഴയ ഫോട്ടോ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പുതിയ സിം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഓതന്റിക്കേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഫോട്ടോ പഴയതാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായും ആധാറിൽ ചെയ്യുക. പല കൂട്ടുകാരും 2025
തുടക്കത്തിൽ അല്ലെങ്കിൽ 2024 അവസാന സമയങ്ങളിൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിരുന്നു. പക്ഷെ പല കൂട്ടുകാരും ഇതുവരെയും ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഏതായാലും ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി വരും വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.